खुदा है ये इस दीवाने की मौत भी ना जिसे रोक पाएगी। ആർമീസ് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. സ്ലോ പോയ്സൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. പിന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഈ കഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ കഥയിലെ കഥാപാത്രങ്ങളെക്കുറിച്ചും വ്യൂവേഴ്സിന് വളരെ വ്യത്യാസമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് എന്നെനിക്കറിയാം. ഇപ്പോൾ മിത്രയുടെ ക്യാരക്ടറിനെ ചൊല്ലിയും അല്ലെങ്കിൽ ഋത്തിക്കിൻ്റെ ക്യാരക്ടറിനെ ചൊല്ലിയും കൗശിക്കിൻ്റെ ക്യാരക്ടറിനെ ചൊല്ലിയും ഒക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിക്കാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ദീർഘമായിട്ടൊന്നും ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ തരാനോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ക്ലിയർ ചെയ്യാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും നിങ്ങളുടെ ഓരോ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വിടാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം. ഇപ്പോൾ എനിക്ക് ശരി എന്ന് തോന്നുന്ന ക്യാരക്ടർ നിങ്ങൾക്ക് ശരി ആകണമെന്നില്ല, എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതാണ് കറക്റ്റ് എന്ന് തോന്നാം. അപ്പോൾ അതുകൊണ്ട് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. സോ എല്ലാവരുടെയും അഭിപ്രായങ്ങളെയും ഞാൻ മാനിക്കുന്നുണ്ട്. ഇതിൽ മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും മിത്രയെക്കുറിച്ചാണെങ്കിലും ഋത്തിക്കിനെ കുറിച്ച് ആണെങ്കിലും മിക്സഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഉണ്ടാവാറ്. അത് ആ രീതിക്ക് തന്നെ കാണാനാണ് എനിക്കും ഇഷ്ടം. അല്ലെങ്കിൽ അതിലൊരു ക്ലാരിറ്റി തന്ന് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അതിനെ നിങ്ങളുടെ അഭിപ്രായത്തിനെ മാറ്റിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കഥയുടെ വിജയവും ചിലപ്പോൾ അത് തന്നെയായിരിക്കും. എല്ലാവരും ഒരേ നേർരേഖ പോലെ ചിന്തിക്കാതെ എല്ലാവരും അവരുടേതായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടേതായ ശരികളിലും തെറ്റുകളിലൂടെയും ചിന്തിക്കുകയും ആ സ്റ്റോറി നോക്കി കാണുകയും വിലയിരുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ആ സ്റ്റോറിയുടെ വിജയം. സോ ഞാനത് അങ്ങനെ തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനത് പ്രത്യേകിച്ചെടുത്ത് പറയാൻ കാരണങ്ങളൊന്നുമില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റോറി പോകും. അതൊക്കെ നല്ല ഉശിരുള്ള ആൺപിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലേ കൗശിക്? എങ്കിൽ നിങ്ങളുടെ ഉശിരുള്ള ആൺകുട്ടി തന്നെ അവിടെ ഇരുന്നോട്ടെ. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എങ്ങോട്ടാ പോകുന്നേ? മിസ്റ്റർ രാകേഷിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയാൻ, നിങ്ങളുടെ മകനെ ഇഷ്ടപ്പെട്ടിട്ടല്ല, നിങ്ങളുടെ ബിസിനസ് നോട്ടമിട്ടുകൊണ്ട് എൻ്റെ പപ്പ എന്നെ ഫോഴ്സ് ചെയ്ത് സമ്മതിപ്പിച്ചതാണ് നിങ്ങളുടെ മകനോട്ടുള്ള വിവാഹമെന്ന് പറയാൻ. ഒരു മകളുടെ ബലഹീനതയെ ചൂഷണം ചെയ്തതാണ് എൻ്റെ പപ്പ എന്ന് പറയാൻ. എനിക്കിപ്പോഴും നിങ്ങളുടെ മകനെ ഇഷ്ടമുണ്ടായിട്ടല്ല, ഇങ്ങനെയൊരു വാക്ക് ഞാൻ എൻ്റെ പപ്പയ്ക്ക് കൊടുത്തു പോയത് കാരണം ആ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് പറയാൻ. പിന്നെ പോകുന്നത് നേരെ ഋത്തിക്കിനോടാ. അയാളോട് ഞാൻ പറയും, തന്നെ എനിക്കൊരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ മനസ്സ് ഞാൻ മറ്റൊരാൾക്ക് പണയപ്പെടുത്തി കഴിഞ്ഞുവെന്ന്. മിത്ര, നിനക്ക് ഭ്രാന്തായോ? വെറുതെ മണ്ടത്തരം വിളിച്ചു പറയരുത്. നിന്നെ ആ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, അവൻ എന്നോട് നിന്നെ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഞാൻ അയാളുടെ ബിസിനസ് സാമ്രാജ്യം കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല നിന്നോട് ഈ പ്രപ്പോസലോട്ട് വന്നത്. നീ കാരണം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തകരരുതെന്ന് കരുതിയിട്ടാ. എൻ്റെ ആത്മസുഹൃത്തിനോട് എൻ്റെ മകൾക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമല്ലെന്ന് പറയാനുള്ള മടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ നിർബന്ധിച്ചത്.
അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നുമില്ലല്ലോ, ഗുണമേ ഉള്ളൂ. നിന്റെ സ്വഭാവത്തിന് അവനെപ്പോലൊരു ചെക്കനെ കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതും. നീ വർഷങ്ങളായിട്ട് പിറകെ നടക്കുന്നതിന് നിന്നെ വേണ്ട, എന്നാൽ ആ ചെക്കനോ നിന്റെ പിന്നാലെ നടക്കുന്നേ. അതുകൊണ്ട് നിന്റെ ഈ തൊലിഞ്ഞ പ്രണയം കൊണ്ടുപോയി ആ വേസ്റ്റ് കുട്ടയിലിട്ടിട്ട് നിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്. ഹോ, നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ അത്ര കൺസേൺ ആണല്ലേ? എങ്കിൽ നിങ്ങൾ കേട്ടോ, ഞാൻ ഋത്തിക്കിനെ വിവാഹം കഴിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ എങ്കിൽ എനിക്ക് രക്ഷപ്പെടണ്ട. നിങ്ങളുടെ ബ്രെയിൻ വാഷിൽ നിന്ന് വീഴുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയും ഇല്ല. മിത്ര നിൽക്കേ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഈ കമ്പനിയിലൊരു MD സ്ഥാനം, അതല്ലേ? നിനക്ക് തരാം. പക്ഷേ ഒരു കാര്യം, ഞാൻ അൻവറിന് ആ പൊസിഷൻ കൊടുത്തത് അവിടെയുള്ള സ്റ്റാഫുകളോട് തീരുമാനിച്ചിട്ടാണ്. സോ അൻവറിനെ അവിടെ നിന്ന് മാറ്റണോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. മനസ്സിലായില്ല? ഒരു സിമ്പിൾ വോട്ടിംഗ് നാളെ ഓഫീസിൽ വെച്ച് നിന്റെ സാന്നിധ്യത്തിൽ. എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫ് തീരുമാനിക്കട്ടെ നിങ്ങളിൽ ആര് വേണമെന്ന്. ഞാനതിൽ കൈകടത്തില്ല. ഓക്കെ? ഓക്കെ, എങ്കിൽ ബാക്കി നാളെ. അവൾ കൗശിക്കിനെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. കൗശിക്കിന് ഇപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മിത്ര ഋത്തിക്കിനെ ഇതിലേക്ക് വലിച്ചിട്ടത്, അല്ല ആദിശേഷ് ഋത്തിക്കിനെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്നവന് മനസ്സിലായി. അതുപോലെ അവളെ സത്യങ്ങൾ വിളിച്ച് പറയാൻ അനുവദിക്കാതെ അയാൾ എങ്ങനെയാണ് മിത്രയെ ഹാൻഡിൽ ചെയ്യുന്നതെന്നും കൗശിക് മനസ്സിലാക്കി. പക്ഷേ എന്നായാലും ഋത്തിക്ക് സത്യങ്ങൾ അറിഞ്ഞല്ലേ മതിയാകൂ. പിറ്റേ ദിവസം ആദിശേഷ് പറഞ്ഞതുപോലെ മിത്രയുടെയും അൻവറിൻ്റെയും തിരഞ്ഞെടുപ്പ് ദിവസം വന്നു. രാവിലെ തന്നെ മിത്ര ഓഫീസിലെത്തി. അതോടൊപ്പം ആദിശേഷും അയാളുടെ PA എന്ന നിലയ്ക്ക് കൗശിക്കും വന്നു. മിത്ര തോറ്റാലും ജയിച്ചാലും അതിന് കൗശിക്കും ഇന്ന് സാക്ഷിയാകേണ്ടി വരും. എന്തായാലും ആദിശേഷ് വന്നതും ഉടനെ തന്നെ വോട്ടിംഗ് തുടങ്ങി. ഡിയർ എംപ്ലോയേഴ്സ്, ഈ കമ്പനിയുടെ മുൻ MDയുടെ അഭാവത്തിൽ എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു പുതിയ MD തിരഞ്ഞെടുക്കേണ്ടതായി വന്നു. പക്ഷേ ഇപ്പോൾ ആ പഴയ MD തിരികെ വന്നതോടെ ഇവിടെ ഇനി ആര് ബോസാകണം എന്നുള്ള കാര്യത്തിലൊരു അനിശ്ചിതത്വം വന്നിട്ടുണ്ട്. സോ അത് തീരുമാനിക്കാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഓക്കെ? ഓക്കെ സർ? യെസ്. യുവർ വോട്ടിംഗ് ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ ഓരോരുത്തരും വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് ഈ പേപ്പറിൽ എഴുതി ഈ ബോക്സിലേക്ക് ഇട്ടോളൂ എന്ന് പറഞ്ഞ ആദിശേഷ് അവിടെ ഒന്ന് മാറി നിന്നു. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളവരുടെ പേര് എഴുതിയിടാൻ തുടങ്ങി. പക്ഷേ തന്നെ അനുകൂലിക്കുന്നവർക്ക് എത്ര പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ മിത്ര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാലും അവൾക്ക് ഈ MD സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കമ്പനിയിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള ആദിശേഷിന്റെ ശ്രമത്തെ തടയുക എന്നുള്ളതാണ് ഈ MD സ്ഥാനം കൊണ്ട് അവളുടെ ലക്ഷ്യം. ഇത്ര നാളും ഒന്നിനും കൊള്ളാത്തവളെന്ന് പറഞ്ഞ് അലക്ഷ്യമായി ചുരുട്ടിയെറിഞ്ഞൊരു വേസ്റ്റ് പേപ്പറായിരുന്നു മിത്ര. ഇങ്ങനെ ഒരു അധികാരം തൻ്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് അവൾക്ക് അയാൾക്ക് നേർക്കുനേർന്ന് സംസാരിക്കാനുള്ള ധൈര്യമെങ്കിലും കിട്ടിയത്. ഇനി ഇത് നഷ്ടമായാൽ അവൾ വീണ്ടും പഴയതുപോലെയാകും. അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടത് അവളുടെ ആവശ്യവുമാണ്. വോട്ടിംഗ് അവസാനിച്ചു. ആദിശേഷ് തന്നെയാണ് അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ മിത്രയുടെ പേര് വന്ന പല പേപ്പറുകളും അയാൾ അസാധുവാക്കി. മുഴുവൻ പേര് എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പല എക്സ്ക്യൂസസ് പറഞ്ഞു. അവസാനം കൗണ്ട് ചെയ്ത് അൻവറിന്റെ പേരും മിത്രയുടെ പേരും സമനിലയെത്തി. ഓക്കെ, രണ്ടുപേരും സമനിലയിലെത്തിയ സ്ഥിതിക്ക് ഞാനൊരു പേര് നിർദ്ദേശിക്കാം. മിത്ര എൻ്റെ മകളാണെങ്കിലും ഞാൻ അവളുടെ പേര് പറയുന്നില്ല, കാരണം നിങ്ങൾ ഫേവറിസം കാണിച്ചു എന്ന് കരുതും. സോ ഞാൻ മിസ്റ്റർ അൻവറിന്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു. ബട്ട് സർ, വോട്ടിംഗ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. വൈ? ബിക്കോസ് ഈ ഓഫീസിലൊരു സ്റ്റാഫ് കൂടി വോട്ട് ചെയ്യാനുണ്ട്. ആരാ? ഞാൻ. നീയോ? അതിന് നീയിപ്പോൾ ഈ ഓഫീസിലെ സ്റ്റാഫ് അല്ലല്ലോ, നീ ഇപ്പോൾ എൻ്റെ PA അല്ലേ. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ റിസൈൻ ചെയ്തിട്ടില്ല.
എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ഇവിടെ ആരും സ്വീകരിച്ചിട്ടുമില്ല. കൂടാതെ ഇപ്പോഴും മിത്രയുടെ PA എന്ന നിലയ്ക്ക് എനിക്ക് സാലറിയും വീഴുന്നുണ്ട്. സോ ഞാൻ ഇപ്പോഴും ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ്. അതുകൊണ്ട് എനിക്കും വോട്ട് ചെയ്യാൻ കഴിയും. ആ അധികാരത്തിൽ ഞാൻ എൻ്റെ വോട്ട് മിത്രയ്ക്ക് കൊടുക്കും. ഇവിടുത്തെ സ്റ്റാഫ് എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ MD തുടരാൻ ഏറ്റവും അർഹ അത് മിത്ര തന്നെയാണ്. അങ്ങനെ കൗശിക് കാരണം മിത്രയ്ക്ക് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടി. അതിശേഷന് മിത്രയെ തന്നെ MD പ്രഖ്യാപിക്കാതെ വഴിയില്ലായിരുന്നു. ഓക്കെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം മിത്ര തന്നെയായിരിക്കും നിങ്ങളുടെ MD. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. അപ്പോൾ സാർ, ഞാൻ നിനക്ക് നിന്റെ പഴയ പൊസിഷൻ തുടരാം. മനസ്സിലായില്ലേ? നീ വീണ്ടും ഇവിടുത്തെ പഴയ ഫ്ലോർ മാനേജർ ആയിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞതല്ലേ മിസ്റ്റർ ചെയർമാൻ, നിങ്ങളുടെ ഡേർട്ടി ബിസിനസ് ബ്രെയിൻ എനിക്കെതിരെ പ്രയോഗിക്കരുതെന്നും അത് വർക്കൗട്ട് ആകില്ല എന്നും. നിങ്ങളെന്താ കരുതിയത്? മിത്ര വെയിൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കുറച്ച് ചോരയോടൊപ്പം എൻ്റെ വീഡിയോയും ചോർന്നു പോയെന്നു. പിന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, ഈ MD സ്ഥാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവളല്ല, കുറച്ച് പണം നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് പാർട്ട്ണറാകാൻ. ഞാനങ്ങനെ ചെയ്തേനെ. ആ പറഞ്ഞത് മിസ്റ്റർ ആദിശേഷ് അല്ലായിരുന്നുവെങ്കിൽ. എൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ എൻ്റെ മമ്മയുടെ അധ്വാനമാണ്. അത് ഞാനേതെങ്കിലും വഴിയെ പോകുന്നവർക്ക് വെറുതെ എഴുതി കൊടുത്താലും നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതെൻ്റെ മമ്മ പോലും പൊറുക്കില്ല. അതിനയാൾ മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കൗശിക് അവളെ ഒന്ന് നോക്കിയിട്ട് അയാളുടെ ഒപ്പം നടന്നു. നീ കൂടെ വന്ന് എൻ്റെ കാല് വാരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കൗശിക്. നിനക്ക് ചെയ്തെന്ന സഹായത്തിന് നീ ഇത് തന്നെ തിരിച്ചു തരണം. ഞാൻ കാല് വാരിട്ടൊന്നുമില്ല സാർ. ഇനിയിപ്പോൾ കാല് വാരിയാലും അത് സാറിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ. സാറിൻ്റെ മകൾ MD ആയാൽ എന്താ കുഴപ്പം? അവൾക്ക് ഉത്തരവാദിത്വമില്ല. ഒരു കമ്പനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയില്ല. അവൾ MD ആയതിനു ശേഷം കമ്പനിക്ക് ഒരു ഉയർച്ചയുമില്ല. അതൊക്കെ സാറിൻ്റെ തോന്നലാണ്. ഒന്നുമില്ലെങ്കിലും കുറച്ച് നാളെങ്കിലും സാറിൻ്റെ PA ആയിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ് കമ്പനിയുടെ ഗ്രോസ് ചാർട്ട്. മിത്ര MD ആയിരുന്നപ്പോൾ തന്നെയാണ് ഗ്രോസ് ചാർട്ട് മുകളിലോട്ട് കാണിച്ചത്. പിന്നെങ്ങനെ മിത്ര ഉള്ളപ്പോൾ കമ്പനിക്ക് ഉയർച്ചയുണ്ടായില്ല എന്ന് പറയും? ഒരുപക്ഷെ സാറിന് അറിയാത്തതുകൊണ്ടായിരിക്കും. അവൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. ആരുടെ ഗുണമാണെന്നറിയില്ല, പക്ഷെ വളരെ ഷാർപ്പായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ട്. സാർ ഇന്നലെ പറഞ്ഞില്ലേ, എവിടെയോ കിടന്ന് എന്നെ 6 മാസം സ്കെച്ചിട്ട് ഇല്ലാത്ത പോസ്റ്റ് ഉണ്ടാക്കി സാറ് പോലും അറിയാതെ എവിടേക്ക് വരുത്തിയെന്ന്. അതവൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ? ബുദ്ധിയുണ്ട്, പക്ഷെ കുരുട്ടു ബുദ്ധിയാണെന്ന് മാത്രം. സാറെന്തിനാ എല്ലാറ്റിനും ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത്? സാറിനത് കുരുട്ടു ബുദ്ധിയായിരിക്കാം, പക്ഷേ അതിലെ മറ്റൊരു വശം കൃത്യമായി പ്ലാൻ ഇടാനും അത് വേണ്ട വിധം എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള കഴിവ് അവൾക്കുണ്ട്. നന്നായി കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ അവളുടെ താല്പര്യത്തിന് വേണ്ടി പ്രയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്കത് കുബുദ്ധിയായിട്ട് ഫീൽ ചെയ്യുന്നത്. അതേസമയം ഈ കഴിവൊക്കെ നമ്മുടെ ബിസിനസ്സിലാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇൻ്റലിജൻ്റായിട്ട് തോന്നിയേനെ. നീ എന്താ ഇപ്പോൾ അവൾക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്നേ? അവൾ നിന്നോട് നിന്റെ കസിനോടും ചെയ്തതൊക്കെ മറന്നുപോയോ? ഒന്നും മറന്നിട്ടൊന്നുമില്ല സർ. അതിൻ്റെ പേരിൽ മൊത്തത്തിൽ കണ്ണടച്ചിരുട്ടാക്കണ്ടല്ലോ എന്ന് കരുതി. ഒരു ആപ്പിൾ എടുത്താൽ പോലും ചെറിയൊരു കേടുണ്ടെങ്കിൽ അത് കേടായതാണെന്ന് പറഞ്ഞ് മുഴുവൻ കളയുന്നവരേക്കാൾ കേടായ ഭാഗം മാത്രം കളയുന്നവരില്ലേ നമ്മളിൽ പലരും. അതുപോലെ ഞാൻ അവളിലൊരു തെറ്റ് കണ്ടു.
അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ അവൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് എനിക്ക് വാദിക്കാൻ കഴിയില്ല. സാർ എപ്പോഴും അവളുടെ തെറ്റുകൾ മാത്രം കാണുന്നതുകൊണ്ടാണ് അവളിലെ ശരികളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അവളിലെ എന്ത് ശരി? നീ ഇന്നലെ അവൾ പറഞ്ഞതിൽ ആടിപ്പോയതാണ്. ഞാൻ അവളെ മനഃപൂർവ്വം ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞത് നീ അങ്ങ് വിശ്വസിച്ചു. ശരിയാ, ഞാൻ അവളെ നിർബന്ധിച്ചു. പക്ഷേ ആദ്യം ഞാൻ ഋത്തിക്കിനെ നിരുത്സാഹപ്പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചത്. അന്ന് ഋത്തിക്കാണ് വാശി പിടിച്ചത്, മിത്രയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ. പിന്നെ ഋത്തിക്കിനെയും രാകേഷിനെയും പിണക്കാനുള്ള മടി കാരണം ഞാൻ അവളെ സമ്മതിപ്പിച്ചു. ഒപ്പം ആസ് എ ബിസിനസ് മാൻ രാകേഷിനെ എൻ്റെ സുഹൃത്തിനുമപ്പുറം എൻ്റെ ബന്ധുവാക്കി കിട്ടിയാലുള്ള ബെനിഫിറ്റ്സ് കൂടി ഞാൻ അവളോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിനർത്ഥം ഞാൻ ബിസിനസ് താല്പര്യത്തോടെ മാത്രം ഞാൻ അവളെ സമീപിച്ചു എന്നല്ല. ഋത്തിക്കിനെയും ഇത്രയല്ല, അപ്പുവിനെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാലും ഞാനത് തന്നെ ചെയ്തിരിക്കും. പിന്നെ ഞാൻ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സുകാരും ഇത് തന്നെയായിരിക്കും ചിന്തിക്കുക. ഇത് തന്നെയായിരിക്കും രാകേഷും ചിന്തിച്ചിരിക്കുക. ഋത്തിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ തന്നെ അയാളുടെ മനസ്സും മിത്രയുടെ പേരിലുള്ള കോടിക്കണക്കിന് ആസ്തിയിലോട്ട് തന്നെയായിരിക്കും പോവുക. മിത്രയിലൂടെ തൻ്റെ മകന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് അയാളും ചിന്തിക്കൂ. ഇതൊരു കോമൺ ബിസിനസ് ഫാക്റ്റാണ്. അതിനെ ദുരുദ്ദേശമൊന്നും ചിന്തിക്കാനൊന്നും കഴിയില്ല. അപ്പൊ സാറും ജാനകി മാമിനെ വിവാഹം കഴിക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും ചിന്തിച്ചിരിക്കുക. ജാനകിയെ കുറിച്ച് എനിക്കങ്ങനെ അറിയാം? അറിയാതിരിക്കാൻ ഇത് അന്താരാഷ്ട്ര രഹസ്യമൊന്നും അല്ലല്ലോ സാർ. മിത്രയ്ക്കൊരു മമ്മ ഉണ്ടായിരുന്നതും അവർ പിന്നീട് ആത്മഹത്യ ചെയ്തതും എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതിൽ ഇത്ര ഞെട്ടാൻ എന്താണുള്ളത്? നിന്നെ ആരോ എന്തോ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തു. തീർച്ചയായിട്ടും അത് മിത്ര തന്നെ ആയിരിക്കും. അതാണ് നിനക്കിപ്പോൾ വന്ന ഒരു സോഫ്റ്റ് കോർണർ. ആ സോഫ്റ്റ് കോർണർ സഹതാപത്തിൻ്റെയോ സഹാനുഭൂതിയുടെയോ ആയിക്കോട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്കൊരു പേര് തന്നെ കൊടുക്കരുത്. പിറ്റേന്ന് രാവിലെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് കൗശിക് കണ്ണു തുറന്നത്. നാട്ടിൽ നിന്ന് അവൻ്റെ അമ്മായിയുടെ കോളായിരുന്നു. അവൻ പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ആ അമ്മായി, എപ്പോ? ഏത് ഹോസ്പിറ്റൽ? ഓക്കെ, ഞാനിതാ പുറപ്പെട്ടു. ഓക്കെ. അവൻ കോൾ കട്ട് ചെയ്തിട്ട് ഉടൻ തന്നെ പോകാൻ റെഡിയായി. അതേ സമയം തന്നെ റുക്കിയുടെ കോളും വന്നു. ഹലോ, എന്താടാ? എടാ, നീ ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? ഇല്ലടാ, ഞാൻ നാട്ടിലേക്ക് പോവുക. അച്ഛന് സുഖമില്ലെന്ന് ഇപ്പോൾ അമ്മായി വിളിച്ചു പറഞ്ഞു. ആണോ? എങ്കിൽ ഞാനും വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും, നീ അങ്ങോട്ടേക്ക് പോരൂ. എന്തിനാ? ട്രെയിൻ? നാളെ എത്താനാണോ? എടാ, ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് അതിൽ പോകാം. ശരി, അപ്പോൾ നീ എയർപോർട്ടിലേക്ക് വാ. ഓക്കെ. കൗശി വേഗം എയർപോർട്ടിലെത്തി. അവിടെ നേരത്തെ തന്നെ റുക്കി എത്തിയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കണ്ടേടാ? നീ ടെൻഷനാക്കണ്ട, ഞാൻ എടുത്തു. നമുക്ക് 3 പേർക്കും. 3 പേർ? മിത്രയുണ്ട്. ഞാൻ നിന്നെ വിളിച്ച സമയത്ത് മിത്ര എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവളും കൂടെ പോന്നു. ഓ, അപ്പം നമുക്ക് പോകാം. കൗശി മിത്രയെ കൂടെ പ്രതീക്ഷിച്ചതേയല്ല. വർഷങ്ങൾക്ക് ശേഷം കൗശി മിത്രയും വീണ്ടും ആ നാട്ടിൽ ഒരുമിച്ച്. കൗശിക് ഫ്ലൈറ്റ് പിടിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്തു പറ്റിയതാ? മൈൽഡ് അറ്റാക്ക്. സൈലന്റ് ആയിരുന്നു. പോരാത്തതിന് ബിപിയും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടുതലാണ്. പകൽ സമയം ആയതുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞു. രാത്രിയായിരുന്നെങ്കിൽ വല്ലത് വന്നാൽ പോലും ആരറിയാനാ? നീ ഇങ്ങനെ അസാൾട്ട് കാണിക്കില്ലേ കൗശി? വല്ലപ്പോഴും കൂടിയെങ്കിൽ അച്ഛനെ വന്നൊന്ന് നോക്ക്. പണിയെടുത്ത് പണം മാത്രം അയച്ചാൽ പോരാ. ഓ, അപ്പം അമ്മയുടെ വാക്കാണല്ലേ കിരൺ എന്ന് പറഞ്ഞത്? ഞാൻ അവനോട് പറഞ്ഞിരുന്നു നിന്നോടൊന്ന് പറയാൻ. ഞാൻ ഈ വീക്ക് വരാൻ വേണ്ടി തന്നെയായിരുന്നത്. ഈ വീക്ക് നിനക്ക് നല്ല വീക്ക് തരാത്തന്നെ കുഴപ്പ.
ശരി, ഇപ്പം ആളെവിടെയാ? അകത്തുണ്ട്. ഉറക്കമാണെന്നാ തോന്നുന്നേ. അല്ല, ഇവരൊക്കെ ആരാ? ആ, ഇവരൊക്കെ ബാംഗ്ലൂരിൽ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഋത്തിക്. ആ, അവനും അവൻ്റെ പ്രതിശുദ്ധ വധുവും ഫിയാൻസെ അച്ഛനെ കാണാൻ വന്നതാ. ഓ ആണോ? പിന്നെ ഋത്തിക് ഇതെൻ്റെ അമ്മായിയാ. ആ, അപ്പം നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞവർ കിച്ചണിലേക്ക് പോയി. അവർ 3 പേരും അച്ഛനുള്ള മുറിയിലേക്ക് വന്നു. പറഞ്ഞതുപോലെ ആൾ നല്ല ഉറക്കമായിരുന്നു. അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്നു. ആഹാ, ആളെപ്പോഴാ നാട്ടിലേക്ക് ലാൻഡായേ? ആ വന്ന ആളെ കണ്ടതും മിത്രയുടെ നെറ്റി ചുടഞ്ഞു. കൗശിയും മിത്രയും സ്നേഹയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോഴേക്കും കൗശിക്കിന്റെ അമ്മായി, അതായത് സ്നേഹയുടെ അമ്മ, അവിടേക്ക് വന്നു. ഇതാരാ കൗശി? ഇതെന്റെ അമ്മയുടെ മകളാ. എൻ്റെ മകളാ മോനെ. ആഹാ, എന്ത് ചെയ്യുന്നു? അവൾ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് പോകുന്നു. ഓ, പകുതി ഡോക്ടറാണല്ലേ? ആ, ഡോക്ടർ ആകണമെന്നൊക്കെ ആയിരുന്നു അവൾക്ക് ആഗ്രഹം. പക്ഷേ മുമ്പ് ഒരു ആക്സിഡന്റ് കാരണം കാലിന് ചലനശേഷിയൊക്കെ പോയിരുന്നതാ. പിന്നെ കണ്ടിന്യൂസ് ചികിത്സയും ഫിസിയോതെറാപ്പി കാരണമൊക്കെയാണ് അവളൊന്ന് ഉഷാറായത്. അതിനുശേഷമുള്ള ആഗ്രഹമായിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് ആകണമെന്ന്. അതവളാവുകയും ചെയ്തു. അതുകൊള്ളാലോ. ആ വാശി നല്ലതാട്ടോ, ആഗ്രഹിക്കുന്ന നേടണമെന്നുള്ള വാശി. ആ, അവള് വാശിയോടെ തന്നെയാ പഠിച്ചത്. കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്, എന്നാൽ അവൾ വാശിയോടെ പഠിച്ചു. കാഴ്ചക്കുറവും ആ ആക്സിഡന്റിൽ പറ്റിയതാണോ? അതെ. എന്ത് പറ്റിയതാ? ഒന്നും പറയണ്ട. +1 പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ വെച്ച് 4ാമത്തെ നിലയിൽ നിന്ന് താഴെ വീണതാ. ഓ, അതെങ്ങനെ? കൈവരിയൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാ കാല് തെറ്റി വീണു. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും വരാനുള്ളത് വഴിയെ തങ്ങില്ലല്ലോ. അത് പറഞ്ഞതും സ്നേഹ പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല. ആ പെട്ടെന്ന് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു. അന്ന് അവളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാ കരുതിയത്. കാല് രണ്ടും തളർന്നു, കണ്ണിൽ കാഴ്ച കുറഞ്ഞു. എൻ്റെ കൊച്ചെന്ന് കരഞ്ഞ കരച്ചിൽ കാണുമായിരുന്നു. പിന്നെ ചികിത്സയും വഴിപാടും ഒക്കെ ഇപ്പതാ ഒരുവിധം ഞങ്ങൾ ഇങ്ങനെയാക്കി. പിന്നെതാ ഈ ചെക്കനും കുറെ സഹായിച്ചു. ചികിത്സയ്ക്ക് വേണ്ടി അവൻ്റെ ഈ വീടിൻ്റെ ആധാരം വരെ പണയത്തിൽ വെച്ചു. അമ്മായി, അപ്പം അതൊക്കെ തന്നെ വെറുതെ ഇവിടെ പറയുന്നേ. ദേ, ഇവർ ഉച്ചത്തേക്കും കൂടെ കാണും. എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കുക. ആണോ മക്കളെ? നിങ്ങൾ ഉച്ചയ്ക്ക് ഊണിനുണ്ടാവുമോ? ആ, ഉണ്ടാവും ആൻറ്റി. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് വന്നതല്ലേ, അപ്പോൾ തിരിച്ചു പോക്ക് ഉടനെ ഉണ്ടാകില്ല. പിന്നെ പോരാത്തതിന് ഇവിടെ 2 പേരുടെയും പഴയ നാടാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണണം. ആണല്ലേ? അപ്പോൾ നിങ്ങളിരിക്കെ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അമ്മായി കൗശിക്കിനെയും കൊണ്ട് കിച്ചണിലേക്ക് വന്നു. ഉണ്ടകണ്ണ, നീ വലിയ കാര്യത്തിൽ ഉച്ചത്തേക്ക് വല്ലതും ഉണ്ടാക്കുന്നു പറഞ്ഞാലേ ഇവിടെ ഉണ്ടാക്കാൻ ഒന്നുമില്ല, അടുക്കള മാത്രമേ ഉള്ളൂ. അപ്പൊ അച്ഛൻ അങ്ങനെ തിന്നു കുടിച്ചത്? അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് 3 നേരം ഞങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു, ചായ അടക്കം. അതെങ്ങനെ? ആയ കാലത്ത് വല്ലതും ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ ഈ ആണുങ്ങൾ. എന്നിട്ട് വയസ്സായ കാലമായ ഒരു അടുപ്പ് കത്തിക്കാൻ പോലും അറിയാതെ ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കും, വല്ലതാരെങ്കിലും കൊണ്ട് തന്നെങ്കിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അച്ഛനെ കുക്കിംഗ് പഠിപ്പിക്കണോ? ഡാ പൊട്ടാ, ഇവിടെ ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. വീട്ടു സാധനങ്ങൾ നീ വാങ്ങിക്കൊണ്ട് വരണം. അത് വാങ്ങിയാ പോരെ? ആ, ഒന്നാമത് പുതുപ്പെണ്ണും ചക്കനോ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണ്ടേ? പുതുപ്പെണ്ണോ? ആ പെൺകൊച്ചും ചക്കനും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞെന്നല്ലേ നീ പറഞ്ഞേ? അമ്മായി, അവർ കല്യാണം കഴിഞ്ഞവരെന്നല്ല പറഞ്ഞത്, കല്യാണം കഴിക്കാൻ പോകുന്നവരെന്നാ. പ്രതിഷ്ഠിത വധു എന്നാ പറഞ്ഞത്, നവവധു എന്നല്ല. ഓ, നീ ഇങ്ങനെ കടിച്ചപ്പൊട്ടാത്ത മലയാളം പറഞ്ഞ എനിക്ക് മനസ്സിലാവോ? എന്തായാലും ആ കൊച്ചു കാണാൻ സുന്ദരിയാ, ആ ചക്കന് നന്നായിട്ട് ചേരും. ആ ശരി ശരി, അമ്മ ഇപ്പോൾ ആ ലിസ്റ്റ് എടുക്ക്, ചേർച്ച് നോക്കി പിന്നെ ജാതകം കുറിക്കാം. മിത്രയ്ക്ക് ഇങ്ങോട്ട് വരേണ്ടതേ ഇല്ലായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങി സ്നേഹയെ കണ്ടത് മുതൽ. താൻ എത്ര നാളും താൻ കാരണം മരിച്ചു എന്ന് കരുതിയ പെൺകുട്ടി ഇപ്പൊ ജീവനോടെ നിൽക്കുന്നു. ഈ കാരണം കൊണ്ടാണ് കൗശി താൻ എത്ര പറഞ്ഞിട്ട് തന്നെ മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ
തന്നെ അംഗീകരിക്കാത്തതെന്ന് മിത്ര മനസ്സിലാക്കി. ഒരുപക്ഷെ താൻ സ്നേഹ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞാൽ വീണ്ടും അവളെ അഭയപ്പെടുത്തിയാലോ എന്ന് ഭയന്നിട്ടായിരിക്കും കൗശി ഇത്ര നാളും ഇക്കാര്യം പറയാതിരുന്നത് എന്നവൾ മനസ്സിലോർത്തു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ കാര്യം. ഇനി അവളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ് മിത്രയ്ക്ക് അറിയാത്തത്. ഇത്ര വർഷക്കാലമായിട്ടും താനാണ് അവളെ തള്ളിയിട്ടെന്നുള്ള സത്യം അവളോ കൗശിക്കോ ആരോടും പറഞ്ഞിട്ടില്ല. ഇത്രയ്ക്ക് ഞാൻ ചെയ്തിട്ടും അവൾ പിന്നീട് മിത്രയുടെ ദയ കാണിച്ചു. ഇങ്ങനെയുള്ളവളെ താൻ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? അവൾക്ക് ഇപ്പോഴും തന്നോട് ദേഷ്യം കാണുമോ കൗശിക്കിനുള്ളതുപോലെ? അറിയില്ല. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാനായി സ്നേഹയുടെ അമ്മ എല്ലാവരെയും ക്ഷണിച്ചു. ഒപ്പം ഉറങ്ങിക്കിടന്ന കൗശിക്കിൻ്റെ അച്ഛനെ വിളിച്ചുണർത്തി. അദ്ദേഹം അപ്പോഴാണ് കൗശിക്ക് വന്ന കാര്യം അറിഞ്ഞത്. നീ എപ്പോഴാ വന്നേ? രാവിലെ വന്നച്ചാ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഓ, ഇവള് വിളിച്ച് പറഞ്ഞു കാണും ഞാൻ മരിക്കാൻ കിടക്കുവന്നു. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ? അതേ അച്ഛൻ മരിച്ചിട്ടുണ്ട്, വന്ന് ചെവിക്ക് തീ കൊടുത്തിട്ട് പോയെന്ന്. അല്ലേ, അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. ഇപ്പൊ വിളിച്ചു പറഞ്ഞ് ഞാൻ തെറ്റുകാരിയായി. ഓ എടാ മോനെ, ഞാൻ എൻ്റെ അനുജിത്തെയോണ്ട് പറയല്ല, എന്നെ എത്രയും പെട്ടെന്ന് തെക്കോട്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേ ഇവളാ. ശരിയാ, 4 നേരം തിന്നാൻ തരുന്നത് ഞാനല്ലേ. അപ്പൊ അത് എണ്ണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു എന്ന് വരാം. കളവാ, വെറുതെ വിടുവാത്തും പറയാതെ ഒന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കൂ. വേറെയും പിള്ളേരൊക്കെ ഉണ്ട്. ആരാ? കൗശിക്കിന്റെ 2 ഫ്രണ്ട്സ്. ഓ ആണോ? എന്നെ കാണാൻ വന്നതാണോ? ആ എങ്കിലും അത് നേരത്തെ പറയണ്ടേ എന്നും പറഞ്ഞ അദ്ദേഹവും ഉച്ചഭക്ഷണത്തിന് പങ്കുചേർന്നു. രാത്രി മൂവർക്കും കിടക്കാൻ വേണ്ടി ബെഡ് ഒരുക്കുമായിരുന്നു സ്നേഹയുടെ അമ്മ. അച്ഛൻ കിടക്കുന്ന റൂം പോയാൽ പിന്നെ 2 റൂം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ബെഡിൽ 2 തലയണ വയ്ക്കുന്നത് കണ്ട് കൗശി അവിടേക്ക് വന്നു. ഇതാർക്കാ ഈ ബെഡ്? കൂട്ടുകാരനും ഭാര്യയ്ക്കും. ഭാര്യയോ? ഓ ഞാൻ മറന്നു, കൂട്ടുകാരനും പെണ്ണിനും. ഒരു ബെഡോ? ആ എന്താ? അമ്മായി അവർ കല്യാണം കഴിക്കാൻ പോകുന്നവരാ, കല്യാണം കഴിഞ്ഞവരല്ല. അതിനെന്താ, അവരൊക്കെ മോഡേൺ പിള്ളേരല്ലേ, ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അമ്മായി എന്താ ഉദ്ദേശിക്കുന്നേ? എടാ അവരൊക്കെ എപ്പോഴേ ഒരു ബെഡൊക്കെ ഷെയർ ചെയ്താണോ എന്നാ അമ്മയോട് ആരാ പറഞ്ഞത്? ആര് പറയണം, ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അവരൊക്കെ പ്രേമിക്കുന്നതിന് കുടുംബം നടത്തുന്നുണ്ടാ. ദേ അമ്മായി ഒന്ന് പതുക്കെ പറഞ്ഞേ, അവരാ ടൈപ്പൊന്നും അല്ല, പ്രത്യേകിച്ച് അവള്. ആണോ? എന്താടാ ഇവിടെ അമ്മായിയും മോനും? അല്ല ഞാൻ പറയാൻ, നിങ്ങൾക്ക് വേണ്ടി അമ്മായി അറിയാതെ ഒരു റൂം അറേഞ്ച് ചെയ്തു, അതിനെക്കുറിച്ച് പറയുമായിരുന്നു. ആ ഇവിടെ 2 റൂമേ ഉള്ളൂ, അപ്പം ഞാൻ കരുതി നിങ്ങൾ 2 ആളും ഒരു റൂമിൽ കിടക്കുമെന്നു. അത് സാരമല്ല ആൻറ്റി, എനിക്കൊക്കെയാണ്, ഇവൾക്ക് കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ ആർക്കാ കുഴപ്പം? ഈ ചെക്കനാ എന്നെയും കൂടെ കുഴപ്പത്തിലാക്കിയത്. അല്ലെങ്കിൽ സാരല്ല ആൻറ്റി. കൗശിയുടെ റൂം ഏതാ? അത് അപ്പുറത്താ. എങ്കിൽ ഞാനിവിടെ കിടന്നോളാം, കൗശിയും ഋത്തിക്ക് ഇവിടെ കിടന്നോട്ടെ. അത് നല്ല ബുദ്ധിയായിരുന്നല്ലോ. ഈ പൊട്ട ബുദ്ധിക്ക് ആ ചിന്ത പോയില്ല. അപ്പം മോള് വാ, ഞാൻ ആ റൂം കാണിച്ചു തരാം. കുറേ നാളായി അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടേ നല്ല മാറാല കണ്ട് ഞാൻ വൃത്തിക്ക് തരാം എന്ന് പറഞ്ഞ് അവൾ അവരെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. കൗശി അറിയാതെ ഒരു ദീർഘനിശ്വാസം വെച്ചു. അങ്ങനെ മിത്ര ആഗ്രഹിച്ചതുപോലെ കൗശികിന്റെ മനസ്സിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ റൂമിൽ അവൾക്ക് പ്രവേശനം കിട്ടി. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും കൗശികിന്റെ തിങ്സ്. ഇതിൽ പരം അവൾക്ക് എന്ത് വേണം? അവൾ അവിടെയുള്ള ഡ്രോയറും അലമാരയൊക്കെ ഒന്ന് തുറന്നു നോക്കി. അവൻ്റെ ഡ്രസ്സൊക്കെ അതിനുള്ളിലാണ്. അവൾ അതിൽ നിന്ന് അവൻ്റെ ഒരു ടീഷർട്ട് കയ്യിലെടുത്തു. അവനെന്നല്ല, അവൻ്റെ സാധനങ്ങൾ എന്ത് കിട്ടിയാലും അത് അവൾക്ക് നിധി പോലെയാണ്. എന്നാൽ ഇതേ സമയം ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു കൗശിക്. കാരണം മിത്ര ഇപ്പോൾ തൻ്റെ റൂമിലാണ്. അവൾ പലതോടെ പരതാൻ ചാൻസ് ഉണ്ട് എന്നവനറിയാം. പക്ഷെ അവന് ആശങ്ക എന്തെന്നാൽ അവൻ പഠിക്കുന്ന സമയത്ത് മിത്രയുടെ പേരിൽ എഴുതിയ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ആ ഡ്രോയറിൽ അവൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അന്നവളെ പ്രപ്പോസ് ചെയ്യാൻ സമയത്ത് കൊടുക്കാനേ അവൻ കരുതിയതായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞത് കാരണം അവനന്നവളെ പ്രപ്പോസ് ചെയ്യാനും കഴിഞ്ഞില്ല, അത് കൊടുക്കാനും കഴിഞ്ഞില്ല. പക്ഷെ അത് ഉപേക്ഷിക്കാനും അവന് മനസ്സ് വന്നില്ല.
അതുകൊണ്ട് അന്ന് അവൻ അത് ഒരു ബുക്കിൽ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോൾ ആ ബുക്ക് ആ ഡ്രോയറിനകത്താണുള്ളത്. അത് പൂട്ടിയിട്ടുമില്ല. അവളെങ്ങാനും ആ ബുക്ക് കയ്യിലെടുത്താൽ അത് തീർച്ചയായിട്ടും അവൾ കാണുമെന്ന് അവനറിയാം. അത് തടയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ അവനറിയില്ല. അവൻ റിക്കിയെ നോക്കി. അവനും ഉറങ്ങാതെ ഫോണും നോക്കി കിടപ്പാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് പോകാനും വഴിയില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അക്ഷമനായി കിടന്നു കൗശിക്. അതേസമയം കൗശി ഭയന്നതുപോലെ അവൾ ആ ഡ്രോയർ തുറന്നു നോക്കിയെങ്കിലും അവൾ ആ ബുക്ക് കയ്യിലെടുത്തില്ല. അതിനു പകരം ഒരു വാച്ചിലേക്കാണ് അവളുടെ കണ്ണുപോയത്. അതവൻ പഠിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വാച്ചാണ്. 10th പാസ്സായപ്പോൾ അവൻ്റെ അച്ഛൻ അവന് വാങ്ങി നൽകിയ ആ സമയത്തെ ലിമിറ്റഡ് എഡിഷൻ വാച്ചാണെന്ന് അന്ന് അവൻ പറഞ്ഞവൾ ഓർത്തു. പക്ഷേ അതിപ്പോൾ ഓടുന്നില്ല. അത് അവളെടുത്ത് കയ്യിൽ അണിഞ്ഞു നോക്കി. പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നു കണ്ടു. കൗശി അകത്തേക്ക് കയറി വന്നു. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാനെന്താ ചെയ്യുന്നതിലൂടെ നിൽക്കട്ടെ. ഒരു പെൺകുട്ടിയുള്ള റൂമിൽ ഇങ്ങനെയാണോ കയറി വരേണ്ടത്? അതാ ഐ എം സോറി. ഞാൻ കരുതി നീ ലോക്ക് ചെയ്തിട്ടുണ്ടാവുന്നു. തള്ളിയപ്പോൾ തുറന്നു വന്നു. ഇപ്പോൾ എന്താ ഇവിടെ? എന്നെ കാണണമെന്ന് തോന്നിയോ? തനിച്ച്? അതൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ നേരെ ആ ഡ്രോയറിനടുത്തേക്ക് വന്നു. എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, അതൊന്നും നീ എടുക്കരുത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ആ വാച്ച് തിരികെ വാങ്ങി ആ ഡ്രോയറിലിട്ട് അവനത് പൂട്ടി താക്കോൽ കയ്യിലെടുത്തു. ഇതിനകത്തുള്ള പഴഞ്ഞ സാധനങ്ങൾ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു ഭയന്നാണോ താൻ എപ്പോൾ ഇതിനെ കൂട്ടിവെച്ചത്? അടിച്ചു മാറ്റിക്കൊണ്ട് പോവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണൽ തിങ്സ് മറ്റാരെടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരികെ പോകാൻ ഇറങ്ങിയ സമയത്താണ് അവളുടെ കയ്യിലുള്ള അവൻ്റെ ടീഷർട്ട് അവൻ ശ്രദ്ധിച്ചത്. ഇതെന്തിനാ? ഈ ടീഷർട്ട് നിനക്ക് ഇടാനാണോ? ഞാൻ വേണം സ്നേഹയുടേത് വാങ്ങിത്തരാം. വേണ്ട, എനിക്കിത് മതി. ഇതിലല്ലേ തൻ്റെ മണം ഉണ്ടാവും. അല്ലെങ്കിൽ താൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് എടുത്താ ഇന്ന് രാത്രി ഞാൻ അതും കെട്ടിപ്പിടിച്ച് കിടന്നോളാം. മിണ്ടത വാതിലടച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്ന് പുലമ്പിക്കൊണ്ട് അവൻ അവിടെ നിന്ന് വാതിലടച്ചിട്ട് പോയി.